ഇത് കൃപാസനത്തെക്കുറിച്ചാണെങ്കിലും ആദ്യകാലം മുതൽ ഇതിൻ്റെ അകത്തുള്ളതെല്ലാം പുതിയ പുതിയ ദൈവാനുഭവങ്ങളായത് കാരണം ഇതൊരു മൂവ്മെൻറ്റ് വരുമ്പോഴേ ഇപ്പം കാരിസ്മാറ്റിക് മൂവ്മെൻറ്റ് തന്നെ വന്ന കാലത്ത് ഭയങ്കര വിമർശനങ്ങളല്ലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ വിമർശനങ്ങളുണ്ട്. അപ്പോൾ വിമർശിക്കുന്നവർ എല്ലാ മേഖലകളിലും ഉണ്ടാകും, എല്ലാ വിഷയങ്ങളെക്കുറിച്ച് വിമർശിക്കും. അപ്പോൾ പക്ഷേ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ? അവർ പറയണത് ശരിയാണോ? ശരിയാണെങ്കിൽ നമ്മളെ തിരുത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പ്രശ്നം? കാര്യം വളർത്തുന്നത് ആരാണ്? ദൈവം വളർത്തിയെന്നല്ലേ പറയണത്. 1 Corinthians 3:6 ഞാൻ നട്ടു അപ്പോളോ നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത്. അപ്പോൾ ഒരു പ്രസ്ഥാനമായ ശുശ്രൂഷ വളരണത് എങ്ങനെയാ? ദൈവമാണ് അതിനെ വളർത്തുന്നത്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ കൃപാസനത്തെ ദൈവം വളർത്തുന്ന ഒരു വലിയ മിഷൻ ഫീൽഡാണത്. ദൈവത്തിൻ്റെ കൈവെട്ടാനാക്കാൻ പറ്റത്തില്ല. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ എന്ത് ചെയ്യും? നടുകയും ചെയ്യും, നനയ്ക്കുകയും ചെയ്യും. അതേ ഞങ്ങൾക്കൂടെ പറഞ്ഞിട്ടുള്ളത്. ദൈവം തരുന്നത് ഞങ്ങൾ നടും, ഞങ്ങളുടെ കൂടെ ഉള്ളവർ അത് നനക്കും. പക്ഷെ വളർത്തുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് അവരങ്ങനെ വിമർശിക്കുമ്പോൾ അയ്യോ ഇത് വളരാതിരിക്കുമോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതല്ലേ വളരെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യം നിൽക്കുന്നത്. എന്താ കാര്യം? അവരെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? അവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവവഴി പോണവനെപ്പോഴും ശത്രുക്കളവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവവഴി പോണവനെപ്പോഴും ശത്രുക്കളവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ നമ്മുടെ സത്യങ്ങൾ പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് മറച്ചു വെക്കരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ വിളക്ക് മുറം കൊണ്ട് മൂടരുത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയും. കള്ളത്തരമൊന്നും പറയരുത്. കൃപാസനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോരാടികളൊന്നും ആകേണ്ട ആവശ്യമില്ല.